കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതല പൂർണ്ണമായും ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ ഏൽപ്പിച്ച കെ സുധാകരൻ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ പ്രാദേശിക ചാനലുകളെ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് സ്ഥാനാർത്ഥി നൽകിയിട്ടുള്ളത്. കോൺഗ്രസ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ പകർപ്പ് റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചു. ഇടത് സ്ഥാനാർത്ഥി പി.കെ. ശ്രീമതിക്കെതിരെ നേരത്തെ ഉണ്ടായ വീഡിയോ വിവാദത്തിന് പിന്നാലെയാണ് പ്രചാരണ ചുമതല തന്നെ കെ സുധാകരൻ ഇവന്റ് മാനേജ്മെന്റിന് നൽകിയിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി പ്രചരണ ചുമതല പൂർണ്ണമായും ബാഹ്യ ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ. കണ്ണൂർ കോട്ട കടക്കാൻ പുറം കരാറുകാരുടെ സഹായം തേടി കെ സുധാകരൻ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് നൽകിയ നിർദ്ദേശങ്ങളുടെ പകർപ്പാണിത്. 3 പേജുകളിലായി വോട്ട് പിടിക്കാനുള്ള 21 നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. പ്രാദേശിക ചാനലുകളെ ഈ ഘട്ടത്തിൽ നന്നായി ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. ശബരിമല വിഷയം മറക്കാൻ വോട്ടർമാരെ അനുവദിക്കരുതെന്നാണ് മറ്റൊരു നിർദ്ദേശം. പെരിയ കൊലപാതകം കൂടുതലായി ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇടത് സ്ഥാനാർത്ഥി പി.കെ. ശ്രീമതിക്കെതിരെ നേരത്തെ പുറത്തിറക്കിയ വീഡിയോ വിവാദമായതിനു പിന്നാലെയാണ് പ്രചരണ ചുമതല തന്നെ കെ സുധാകരൻ ഇവന്റ് മാനേജർമാർക്ക് കൈമാറിയിരിക്കുന്നത്. മണ്ഡലത്തിലെ UDF പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന സംശയത്തിന്റെ കൂടി തുടർച്ചയായാണ് പ്രചരണം പുറത്തുനിന്നുള്ളവരെ ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ. കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് 10 ലക്ഷം രൂപയ്ക്ക് കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ തുക സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവുകളിൽ കാണിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. കോഴിക്കോട് നിന്നും സുസ്മിത ഉള്ളാട്ടിൽ, റിപ്പോർട്ടർ.